പെഹൽഗാമിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള തലത്തിൽ ഭീകരവാദത്തിനെതിരായുള്ള ലോക അഭിപ്രായം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി 4 രാജ്യങ്ങളിൽ ശ്രീമതി സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി സന്ദർശിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി 7 സംഘങ്ങൾ ഏതാണ്ട് അവരുടെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സംഘം സന്ദർശിച്ച ഖത്തർ, ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, ഈജിപ്റ്റ് ഈ 4 രാജ്യങ്ങളിൽ അവിടുത്തെ സർക്കാരുകളുടെ പ്രതിനിധികളുമായും പാർലമെൻറ്റ് അംഗങ്ങളുമായും പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പ് ഉപസമിതികളുടെ അംഗങ്ങളുമായും അതോടൊപ്പം ഈ തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായുമൊക്കെ ഉള്ള കൂടിക്കാഴ്ച വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. ഇന്ത്യയുടെ നടപടിയെ ഈ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളും, ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയ മുഴുവൻ ആളുകളും പൂർണ്ണമായും അംഗീകരിച്ചു. ഭീകരവാദത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഭീകരവാദം ഒരു ആഗോള പ്രശ്നമാണെങ്കിലും ഒരു രാജ്യം ഭീകരവാദത്തിന് പിന്തുണ നൽകുകയും പരിശീലനം നൽകുകയും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി, അങ്ങനെയുള്ളൊരു സാഹചര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയും ഈ രാജ്യങ്ങളിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. ഭീകരവാദത്തിൻ്റെ പേരിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംഭവങ്ങളെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ രാജ്യങ്ങളൊക്കെ അപലപിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇതിനെതിരായിട്ടുള്ള ഒരു സമവായവും ഒരു ഐക്യനിരയും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ആ ആവശ്യകത ഈ രാജ്യങ്ങളിലുള്ള ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം, ജമ്മു കാശ്മീർ വിഷയത്തിൻ്റെ പേരിലുള്ള സംഘർഷമല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം. പകരം 1947 ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടി പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അന്ന് തൊട്ട് ഇങ്ങോട്ട് പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു അപ്രഖ്യാപിത യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീകരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത ലോക ജനതയുടെ മുൻപിൽ വെക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ആഗോളതലത്തിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക്, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിൽ വർഷങ്ങളായി ഇന്ത്യ നടത്തുന്ന ശ്രമമാണ്, ഒന്ന് ഭീകരവാദത്തെക്കുറിച്ചിട്ടുള്ള ഒരു നിർവചനം, അത് ആഗോളതലത്തിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു നിർവചനം, ആ നിർവചനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതോടൊപ്പം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം എന്നുള്ള നിലയിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഈ ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ ഈ സന്ദർശനം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ PM-നെ കുറിച്ചുള്ള കാണുന്നതിനെക്കുറിച്ചുള്ള ഇതുവരെ വിവരമൊന്നുമില്ല. വിദേശകാര്യമന്ത്രിയെ ഈ കാര്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ കാണും.
സന്ദർശനത്തിന് അതിനുവേണ്ടി ഇല്ലല്ല നാളെ ഓരോ സംഘവും പ്രത്യേകമായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് നാളെയാണ് സമയം തന്നിട്ടുള്ളത്. ഈ സന്ദർശനം നടക്കുന്ന വേളയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്ര സാഗറിന് ട്രംപ് വിളിച്ചു പറഞ്ഞു, മോദി അതനുസരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം, രാഹുൽ ഗാന്ധി അങ്ങേയറ്റം നിരാശനാണ്. കാരണം കഴിഞ്ഞ 3 തവണയായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പ്രധാനമന്ത്രി പദം തൻ്റെ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലുള്ള അംഗമാണ് രാഹുൽ ഗാന്ധി. അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതിൻ്റെ നൈരാശ്യം, ആ നൈരാശ്യം രാഹുൽ ഗാന്ധിയെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത് എന്ന് വിലയിരുത്താൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് തന്നെ തകർന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സമീപനത്തിലേക്ക് എത്തുന്ന അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ പ്രധാനമന്ത്രിയാക്കിയാത്തതിൻ്റെ പേരിൽ ജനങ്ങളോട് പകവീട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ സമീപനം, ആ സമീപനം ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കേരളവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രാജ്ഭവനിൽ പരിപാടി കൃഷി വകുപ്പ് ബഹിഷ്കരിച്ചിരിക്കുന്നു. പറഞ്ഞത് ഭാരതാംബയുടെ ചിത്രം അതിനു മുമ്പിൽ ദീപം തെളിയിക്കാൻ ആവശ്യപ്പെടുകയോ കഴിയാതെ എന്ന സാഹചര്യം അങ്ങനെയാണ്. എനിക്കറിയില്ല, ഞാൻ പരിപാടിയെക്കുറിച്ച് എനിക്കൊരു വിവരമില്ല. ഞാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ഡൽഹിയിൽ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു. ഞാനത് അന്വേഷിച്ചിട്ട് വന്നു. ഈ ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് CPIക്കാർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. കാരണം അവരിപ്പോഴും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സമീപനം തന്നെ തുടരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കൊളുത്തില്ല, പാകിസ്ഥാൻ്റെ ഇതിൻ്റെ പതാകയുടെ മുന്നിലേ വിളക്ക് കൊളുത്തുള്ളൂ, അങ്ങനെയുള്ള വല്ല നിലപാടുമാണോ? എന്താ അതിൻ്റെ ഭാരതാംബയ്ക്ക് എന്താ പ്രശ്നം? അതായത് സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ദീപം തെളിയിച്ച് പരിപാടി തുടങ്ങണമെന്ന് രാജ്ഭവൻ ആവശ്യം. അല്ല, ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതീകമായിട്ടല്ലേ കണ്ടിരിക്കുന്നത്. ഭാരതാംബ RSSന്റെ ഭാരതാംബയും CPIയുടെ ഭാരതാംബയും അങ്ങനെയാണ്. CPIയുടെ ഒരു ഭാരതാംബ വെച്ചാൽ മതി. അതെങ്ങനെയാണ് ഭാരതാംബ എന്ന് എനിക്കറിയില്ല. അല്ല, RSSന് കാവിക്കൊടി ഇല്ലല്ലോ. കാവിക്കൊടി RSSൻ്റെതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ദേശീയ പതാകയിലടക്കം കാവിയുണ്ട്. അപ്പോൾ CPIയുടെ ചുവന്ന കൊടി വെച്ചിട്ടുള്ള ഭാരതാംബയാണെന്നാണോ? എനിക്കറിയില്ല അതെന്താണ്. കാരണം CPIക്കാർക്ക് അവർക്ക് അവരുടെ നിലപാടെന്താണെന്ന് അവരിപ്പോഴും വ്യക്തമല്ല. കാരണം 62-ൽ അവർ ചൈനീസ് യുദ്ധം നടന്നപ്പോൾ, ചൈനയെ ആക്രമിച്ചപ്പോൾ ചൈനയെ പിന്തുണച്ച ആൾക്കാരാണ് അവർ. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ രാജ്ഭവൻ പരിപാടിയെക്കുറിച്ച് അല്ല കമൻറ്റ്. ഈ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല. ഭാരതാംബയുടെ മുമ്പിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ, ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ്റെ പതാകയുടെ മുന്നിലാണോ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് CPIക്കാർ വ്യക്തമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവും ഇവരാരുടെ കൂടെയാണ് എന്നുള്ളത്. പിന്നെ അതായത് പറഞ്ഞത് ഈ ഭാരതാംബ എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, CPIയുടെ ഒരു ഭാരതാംബ കാണിക്കട്ടെ. CPIയുടെ ഭാരതാംബ എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അല്ല, ഞാൻ ആ പരിപാടിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. അത്രേ ഉള്ളൂ. ഈ നിലമ്പൂരിൽ ഏറ്റവും അവസാന നിമിഷമുള്ള BJP ആദ്യം BJPക്ക് ക്യാൻഡിഡേറ്റ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഏറ്റവും അവസാനം കേരള കോൺഗ്രസിൽ നിന്നും ഒരാളെ വെക്കുന്ന. അല്ല, അതൊക്കെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഞാൻ 10-15 ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ പറയാം. BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഓരോ തെരഞ്ഞെടുപ്പിലും BJP കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നേരത്തെ 8500 വോട്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 17,000 വോട്ടായി. സ്വാഭാവികമായും അത് കൂടുതൽ വർദ്ധിക്കും. വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ BJPയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഒരു ആശയക്കുഴപ്പം, അതായത് ഈ അവിടെ സ്ഥാനാർത്ഥി
പ്രഖ്യാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങളുണ്ടോ? അല്ല, അതെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഈ ആത്മവിശ്വാസം കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്തതാണ്. ഇല്ലേ? സ്ഥാനാർത്ഥിയില്ലേലും അല്ല, അദ്ദേഹം പിന്നെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തൂലല്ലോ. അല്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണല്ലോ. അല്ല, അങ്ങനെയല്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ BJP-യുടെ അധ്യക്ഷനല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിന് ആദ്യഘട്ടത്തിൽ വീഴ്ചയുള്ളത് കാരണം അത് പ്രാദേശിക നേതൃത്വം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. മാത്രമല്ല കേരള കോൺഗ്രസിന് ഒരാളെ കൊണ്ടുവന്ന് BJP-യുടെ സ്ഥാനാർത്ഥി. അല്ല, കേരള കോൺഗ്രസ് എന്നല്ല, ഇപ്പോൾ നാളെ പിന്നെ മറ്റ് പല പാർട്ടികളിൽ നിന്നും ആൾക്കാർ BJP-യിലേക്ക് വരുന്നില്ലേ? CPM-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ പലരും അങ്ങനെ വരും. അവരൊക്കെ BJP-യിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റും. അവിടുത്തെ ഈ PV അൻവർ വിഷയത്തെ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു പേരാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. PV അൻവറിന്റെ വിഷയത്തെ എങ്ങനെയാണ് BJP? എനിക്കറിയില്ല. PV അൻവറിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? UDF പ്രവേശനം നിഷേധിക്കുന്നു. അതൊക്കെ അവരുടെ തമ്മിലുള്ള തർക്കമല്ലായിരുന്നു. അതായത് CPM-ലും കോൺഗ്രസിലും അൻവർ ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ അൻവറിന് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അപ്പോൾ ഈ കട്ടതിന് ശേഷം ആ കട്ട സാധനങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള തർക്കം, ആ തർക്കമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് CPM 9 കൊല്ലം CPM-ൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ആളുമായിട്ട് അവർക്ക് എന്താ ഇപ്പോൾ പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? അതിനു മുമ്പ് ഇത്രയും കാലം കോൺഗ്രസിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് അവർക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ആശയപരമായിട്ട് ഇവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലുള്ള തർക്കം എന്നല്ലാതെ CPM കോൺഗ്രസ് തമ്മിൽ പോലും തർക്കം അതല്ലേ ഉള്ളൂ. അവർ അവിടുന്ന് അതിർത്തി കടന്നു കഴിഞ്ഞാൽ, പാലക്കാട് കടന്നാൽ അവർ ഒരുമിച്ചാണ്. നിലമ്പൂരിൻ്റെ അതിർത്തി തൊട്ടപ്പുറത്താണ് അതിർത്തി. അപ്പുറത്ത് ഗൂഡല്ലൂരിലെത്തിയാൽ അവർ ഒരുമിച്ചാണ്. ഇപ്പത്തെന്ത് ഇത്ര വലിയ തർക്കം? ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു, അത്രേ ഉള്ളൂ. ഒരു വ്യക്തതയ്ക്ക് ഈ വിദേശ സന്ദർശനം പ്രതിനിധി സംഘങ്ങൾ പറയുന്നത് മടങ്ങിയെത്തി. അതെ, വിദേശകാര്യമന്ത്രിയെ അത് ബ്രീഫ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ഏതെങ്കിലും നടപടികളിലേക്ക് അല്ലെങ്കിൽ അല്ല, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നാളെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും.